കേരളത്തിൽ വന്യമൃഗ ആക്രമണങ്ങളിൽ ഒരു ചെറിയ സമയത്തിനകം മരിച്ചത് 909 ആളുകളാണ്. അസംബ്ലിയിലെ മറുപടിയാണ്. വയനാട് ജില്ലയിൽ മാത്രം ഒരു ചെറിയ സമയപരിധിക്കകം മരിച്ചത് 54 ആളുകളാണ്. 2 ആഴ്ചക്കിടെ മരിച്ചത് ഒരു ചെറിയ ഒരു മാസക്കാലത്തിനിടയിൽ മരിക്കുന്നത് 4 ആളുകളാണ്. എന്റെ നിയോജക മണ്ഡലമായിട്ടുള്ള കൽപ്പറ്റയിൽ മേപ്പാടിയിൽ കാട്ടാന ആക്രമണത്തിൽ മാത്രം 5 ആളുകൾ മരിച്ചു. അവസാനത്തെ ആളാണ് ശ്രീ കുഞ്ഞവറ. സർക്കാരിന്റെ മന്ത്രിതല ഉപസമിതി നാളെ വയനാട് സന്ദർശിക്കുന്നു. ആ മന്ത്രിതല ഉപസമിതി വയനാട് സന്ദർശിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ പ്രാധാന്യത്തോടു കൂടി 1-2 കാര്യങ്ങൾ പറയുന്നു. പ്രജീഷ് എന്ന് പറയുന്ന 36 വയസ്സുള്ള ചെറുപ്പക്കാരനെ, ഞാൻ ആ ചെറുപ്പക്കാരൻ മരിച്ചെങ്കിലും, വേദനിക്കുന്ന മരണം സംഭവിച്ചെങ്കിലും ഞാൻ ആ ചെറുപ്പക്കാരനെ ഓർത്ത് അഭിമാനിക്കുന്നു. എന്തുകൊണ്ട്? 36-ാമത്തെ വയസ്സിലും പുല്ലരിയാൻ തന്റെ ജീവനോപാധിയായിട്ടുള്ള ക്ഷീരകാർഷിക മേഖലയിൽ പശുവിന് പുല്ലരിയാൻ പോയപ്പോഴാണ്, കാട്ടിലല്ല, പുല്ലരിയാൻ പോയപ്പോഴാണ് ആ 36 വയസ്സുള്ള ചെറുപ്പക്കാരൻ കടുവ പിടിച്ച് 80 മീറ്റർ അപ്പുറത്തേക്ക് വലിച്ചു കൊണ്ടുപോയി പച്ചയായി ഭക്ഷിച്ചത്. ഞാൻ ചോദിക്കുന്നു, വയനാട് ജില്ലയുടെ, ഞാൻ ഉൾപ്പെടുന്ന വയനാട് ജില്ലയുടെ ചുമതലയുള്ള മന്ത്രിയാണ് ബഹുമാന്യനായ വനം മന്ത്രി ശ്രീ എ കെ ശശീന്ദ്രൻ. അദ്ദേഹം ആ മരണത്തിന് ശേഷവും പലതവണ വയനാട്ടിൽ വന്നു. ആ വീട്ടിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ചാലികദ്ദ അജീഷ് തൊട്ടടുത്തുള്ള വീട്ടുമുറ്റത്ത് വെച്ചുകൊണ്ട് കാട്ടാന ആക്രമണത്തിൽ മൃഗീയമായി കൊല്ലപ്പെട്ടു. ആ വീട്ടിൽ ഇതുവരെ വനം മന്ത്രി വന്നിട്ടില്ല. തോൽപ്പെട്ടിയിലെ ലക്ഷ്മണൻ എന്ന് പറയുന്ന ആദിവാസിയെ കാട്ടാന കൊന്നിട്ട് 1 മാസമായിട്ടില്ല. അവിടേക്ക് വനം മന്ത്രി വന്നിട്ടില്ല. മേപ്പാടിയിലെ കുഞ്ഞവറാൻ മരിച്ചപ്പോഴും വന്നില്ല. ഇപ്പോ ശ്രീ പോൾ, ഫോറസ്റ്റ് ജീവനക്കാരനാണ്, ഗൈഡാണ്, അദ്ദേഹവും കാട്ടാന ആക്രമണത്തിൽ മരിച്ചു. മന്ത്രിയുടെ സന്ദർശനവും സംസാരവും ഉണ്ടായിട്ടില്ല. എന്തിനാണ് മന്ത്രിസഭാ ഉപസമിതി വരുന്നത് എന്ന് ചോദിച്ചാൽ, വനം മന്ത്രിക്ക് പോകാൻ കൂട്ടിരിക്കുന്നതിന് വേണ്ടിയാണ് മന്ത്രിസഭാ ഉപസമിതി വരുന്നത്. വരേണ്ടത് ആരാണ്? വരേണ്ടത് മുഖ്യമന്ത്രിയാണ്. വയനാട്ടിൽ വരേണ്ടത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ്. വയനാട്ടിലെ ജനതയുടെ വികാരങ്ങൾ മനസ്സിലാക്കാൻ, ഇത് ശാശ്വതമായ പരിഹാരം കാണാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നേരിട്ട് വയനാട് സന്ദർശിക്കണം. അല്ലാതെ തിരിഞ്ഞു നോക്കാത്ത വനം മന്ത്രിക്ക് കൂടെ സഞ്ചരിക്കാൻ മന്ത്രിമാരെ അയക്കുന്ന നടപടി ഒരു കാരണവശാലും ഭൂഷണമല്ല.